ശബരിമല സ്വർണ്ണ വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പിന്നാലെ UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതോടെ LDF UDF രാഷ്ട്രീയ പോര് മുറുകുന്നു. SITയുടെ നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDF കൺവീനറെ ചോദ്യം ചെയ്യുന്ന ഘട്ടമെത്തിയപ്പോൾ പ്രതിപക്ഷം നിലപാട് മാറ്റുകയാണെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ LDF പ്രതിരോധത്തിലായിരുന്ന സമയത്താണ് UDF കൺവീനറെ SIT ചോദ്യം ചെയ്യുമെന്ന വിവരം പുറത്തുവരുന്നത്. വിഷയത്തിൽ മേൽക്കൈ നേടിയിരുന്ന UDFനെ അടിക്കാൻ പറ്റിയ ആയുധമായിട്ടാണ് സർക്കാരും പാർട്ടിയും ഇതിനെ കാണുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പഴയ വാക്കുകൾ കടമെടുത്താണ് ഭരണപക്ഷത്തിന്റെ തിരിച്ചടി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ച്. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്? ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങളെ ഒക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കേരള സർക്കാരിൻ്റെതാണെന്നും അന്വേഷണത്തിൽ സംശയങ്ങളുണ്ടെന്നും KC വേണുഗോപാൽ. അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് SITയുടെ ഒരു പറയുന്നത്. നിങ്ങൾ അറിഞ്ഞല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാര്യം. കടകംപള്ളിനെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ എന്താ അറിഞ്ഞത്? ചോദ്യം ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്? അപ്പോൾ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടി ഉണ്ടാകുമ്പോൾ വീണ് കിട്ടിയ ഒരായുധം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് LDFന്റെ രാഷ്ട്രീയ ശ്രമം. മീഡിയ 1 തിരുവനന്തപുരം.